ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്മസ് വേളയിലാണല്ലോ നമ്മൾ. ഏറ്റവും അധികം സന്തോഷമുള്ള സമയമാണ് ക്രിസ്മസ് സമയം. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുനാൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഞാൻ പറയും അത് ക്രിസ്മസാണ്. കാരണം കുഞ്ഞുനാളുകളിൽ ഏറ്റവും സന്തോഷത്തോടെ പങ്കെടുത്ത തിരുനാളും ഭവനങ്ങൾ പോയി മറ്റുള്ളവരുമായിട്ട് ക്രിസ്മസ് പങ്കുവെച്ചതും ഈ അവസരമായതുകൊണ്ടാണ്. ക്രിസ്മസ് പങ്കുവെക്കലിൻ്റെ തിരുനാളാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച ആ ദിവസം ക്രിസ്മസ്, ഈശോ പിറന്ന ദിവസം. അവിടുന്ന് ഇത്രമാത്രം സ്നേഹത്തോടു കൂടി ഈശോയെ നമുക്ക് തന്നെങ്കിൽ നമ്മൾ പങ്കുവെക്കേണ്ടവരല്ലേ? നമ്മുടെ സ്നേഹം, നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവം മറ്റുള്ളവരായിട്ട് പങ്കുവെക്കേണ്ട അവസരം, അതാണ് ക്രിസ്മസ്. പങ്കുവെക്കൽ ഷെയറിങ്ങിൻ്റെ ഫീസ്റ്റാണ്. ഈശോയെ കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം, മറ്റുള്ളവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. ഒപ്പം ക്രിസ്മസ് സമാധാനത്തിൻ്റെ തിരുനാളാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ ഈശോ പിറന്ന വേളയിൽ ആട്ടിടയന്മാരുടെ പക്കൽ വന്ന് മാലാഖമാർ പറഞ്ഞത്. നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മഹാനായ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞത്, അനേകം ബെത്ലഹേമിലുകളിൽ ഈശോ ജനിച്ചാലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ എനിക്കെന്താ പ്രയോജനം? നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുമ്പോൾ, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സന്തോഷവും സമാധാനം നമുക്കുണ്ടാകുന്നത്. ഈ സമാധാനം നൽകാനായിട്ട് ഈശോ ഭൂമിയിലേക്ക് വന്നെങ്കിൽ ആ ഈശോയോട് ചേർന്ന് നിന്ന് സമാധാനം അനുഭവിക്കുവാൻ ഈ ദിവസം പര്യാപ്തമായി തീരട്ടെ. പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ് ഈശോ വന്ന് പിറന്നത്, ആട്ടിടയന്മാരുടെ ഇടയിൽ. അവരാണല്ലോ ഈശോയെ ആദ്യം കണ്ടത്. പിന്നെ വിജ്ഞാനികളായി 3 രാജാക്കന്മാരും. നമ്മളും ഈശോയെ കണ്ടെത്തേണ്ടത് പാവപ്പെട്ടവരിലാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ട മനുഷ്യർ, അവരെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക, അവരെപ്പറ്റി കരുതലുള്ളവരായിരിക്കുക. ക്രിസ്മസ് വേളയിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെറിയ സമ്മാനമായി കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ എത്രയോ സന്തോഷകരമായിരിക്കും. നമ്മുടെ ഒത്തിരി ഇടവകളിൽ, കുടുംബങ്ങളിലൊക്കെ ക്രിസ്മസ് കിറ്റ് കൊടുക്കാറുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് കിറ്റുകൾ ഒരുക്കി കൊടുക്കുന്നു. അതിന് സംഭാവന ചെയ്യാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. അപ്പോൾ അർഹിക്കുന്നവരെ പറ്റിയുള്ള ഒരു ചിന്ത, ഒരു കരുതൽ, ഒരു സ്നേഹത്തിൻ്റെ തുടിപ്പ് ഉണ്ടാകേണ്ട അവസരമാണ് ക്രിസ്മസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ തിരുനാളായി ക്രിസ്മസ് ഏറ്റവും സന്തോഷകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.